ബത്ലഹേം കുടുംബ യൂണിറ്റ് ബുക്കിംഗ് തീപ്പന്തം പോലെ ആളിപ്പടരുന്ന കാര്യമാണ്. കൊച്ചിയിൽ നോക്കിയാൽ 99% ബുക്കിംഗ് വന്നിരിക്കുന്നത്. 86 ഷോകൾ, 87 ഓൾമോസ്റ്റ് ഫുൾ എത്തിയിരിക്കുന്നു. കോഴിക്കോട് 35 എത്തിയിരിക്കുന്നു. കൊല്ലത്ത് 28 23 എത്തിയിരിക്കുന്നു. തൃശ്ശൂരിൽ 78 54, ഹൈദരാബാദ് 16 ഷോകളിൽ 15 ഫുള്ളായിരിക്കുന്നു. കണ്ണൂർ 5 ഫുള്ളായിരിക്കുന്നു. അമ്മാതിരി കൊടുമ്പിരി കൊണ്ട ഒരു തൂക്കമാണ് തൂക്കിയിരിക്കുന്നത്. ആദ്യ അഭിപ്രായങ്ങൾ പുറത്തു വന്നതോടെ സിനിമയ്ക്ക് അതിഗംഭീരമായിട്ടുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് തന്നെ പറയാം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഫീൽ ഗുഡ് മൂവി, ആളുകൾ കൊതിക്കുന്ന തരത്തിലുള്ള സാധാരണ സംഭവമായിട്ടുള്ള ഒരു സിനിമ. മണിക്കൂറിൽ 26,000-ഓളം ടിക്കറ്റുകൾ വിറ്റ് പോകുന്നു എന്ന് പറയാം. ഇപ്പോൾ ഈ മണിക്കൂറിൽ 21,000-ഓളം ടിക്കറ്റുകൾ വിറ്റ് പോവുകയാണ്. എന്തായാലും റെക്കോർഡ് തൂക്കി ഉള്ള കളക്ഷനാണ് ഈ ഒരു സിനിമ പോകുന്നത്. എക്സ്ട്രാ ഷോസും അഡീഷണൽ ഷോസും ഒക്കെ ആഡ് ചെയ്യപ്പെടുന്നു. കേരളം മാത്രമല്ല, കേരളത്തിന് പുറത്തും സിനിമയ്ക്ക് അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു ബുക്കിംഗ് വന്നുകൊണ്ടിരിക്കുന്നു. അതെ, വലിയ പ്രൊമോഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഖലീഫ എന്ന ചിത്രം ഇവിടെ നിന്നപ്പോൾ അതിൻ്റെ നിഴലായി മാറി. വലിയ പ്രതീക്ഷകളൊന്നും ആരും വെച്ചിരുന്നില്ല. പക്ഷേ ഗിരീഷ് ഏടി എന്ന ഒറ്റ പേര് മതി, നമുക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. ആ ഒരൊറ്റ പേര് തന്നെ ഇവിടെ കാര്യങ്ങളെല്ലാം എത്തിക്കുന്നു. നിവിൻ പോളിയുടെ അടുത്ത റെക്കോർഡ് തൂക്കാൻ പോകുന്ന ചിത്രം എന്നുള്ള പേര് തന്നെയാണ് ഈ സിനിമ ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും ബുക്കിംഗ് ഒക്കെ തീ പോലെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ ഈ ഒരു സിനിമ ഇന്ന് റെക്കോർഡ് ഇടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഈ ഒരു സിനിമയുടെ ബുക്കിംഗ് മണിക്കൂറിൽ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ നമുക്ക് കാത്തിരിക്കാം അടുത്ത മണിക്കൂറിൽ എങ്ങനെയാണ് കണക്കുകൾ പോകുന്നത്. ഒരു കളക്ഷൻ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ സിനിമയ്ക്ക് ബുക്കിംഗ് എടുത്ത അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്തവരാണെങ്കിലും ഒന്ന് പറയാം. ടിക്കറ്റ് എടുത്തിട്ടും കിട്ടാത്തവരാണെങ്കിൽ, ടിക്കറ്റ് എടുക്കാൻ പോയിട്ടും കിട്ടാത്തവരാണെങ്കിലും ഒന്ന് കമൻസോടെ പറയാം. പടം കണ്ടവരാണെങ്കിൽ അഭിപ്രായങ്ങളൊന്ന് പറയാം. ലാൽസലാം.